എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ SFIOയും ഈ കാര്യത്തിൽ അവര് എടുത്തിരിക്കുന്ന നിലപാട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം, അവര് കണ്ടെത്തിയിട്ടുള്ള കാര്യം, CMRL കമ്പനി പലരുമായിട്ടും അവര് പണമിടപാടുകൾ നടത്തി. ആ പണമിടപാടുകൾ ആ കമ്പനിയുമായിട്ട് എന്തെങ്കിലും ബിസിനസ് നടത്തിയതിന്റെ പേരിലല്ല, അതല്ലാതെയാണ് ആ പണമിടപാട് നടത്തിയത്. ഇതാണ് ഈ കേസിലെ അടിസ്ഥാന വിഷയം. ഈ കേസ് വന്നതിന് ശേഷം ശ്രീ ഷോൺ ജോർജ് നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ SFIO അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ 3 വർഷത്തിലേറെ കാലമായി ഈ കേസിന്റെ അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രീമതി വീണ വിജയനും അതോടൊപ്പം കേരള സർക്കാരും നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി, കർണാടക ഹൈക്കോടതി, ഈ 3 കോടതികളിലും ഒന്നിനു പുറകെ ഒന്നായി അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ. ആ നടപടികളാണ് ഈ കേസിനെ ഇത്രയും ദീർഘിപ്പിക്കാനുള്ള കാരണം. SFIOയുടെ അന്വേഷണം പൂർത്തിയാക്കിയതിന് ശേഷം SFIO ഈ കാര്യത്തിൽ വീണ വിജയനെ 3ാം പ്രതിയാക്കിക്കൊണ്ടുള്ള കുറ്റപത്രം എറണാകുളം ജില്ലാ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വന്നപ്പോ SFIOയുടെ കേസ് ഫയലിംഗിൽ പ്രൊസീജിയറൽ എറർ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിഭാഗം ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയും നിലവിലുള്ള പ്രോസിക്യൂഷൻ നടപടികൾക്ക് താൽക്കാലിക സ്റ്റേ സമ്പാദിക്കുകയും ചെയ്തു. SFIOയുടെ അന്വേഷണം അങ്ങനെ സ്റ്റേ ചെയ്യപ്പെട്ടിരിക്കുകയാണ്.